ആക്ടേഴ്സും ആക്ട്രസസും തമ്മിലുള്ള ഒരു പേയിന്റെ മിസ്മാച്ച്, വലിയ രീതിയിലുള്ള പേ മിസ്മാച്ച് ഉണ്ട്. അത് ടെക്നീഷ്യൻസിലും ആർട്ടിസ്റ്റിലേക്ക് പോയാലും അത് കാണുന്നുണ്ട്. അതിന് എങ്ങനെ നോക്കി കാണും? അതാണ് ന്യായമായി നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഒരു വേർഡ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതാണ്. ഇപ്പോഴും നമ്മുടെ സിനിമ ഒരു മെയിൽ ആക്ടറിനെ സംബന്ധിച്ച് ചുറ്റുപറ്റി തന്നെയാണ് നടക്കുന്നത്. നോൺ ഫേസസ് മാത്രമാണ് സാറ്റലൈറ്റും OTT എടുക്കത്തുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് റിപ്പീറ്റഡ് വാല്യൂ കൂടും. ഇപ്പൊ സാറ്റലൈറ്റിൽ മൂവി വരുമ്പോഴും അതിന് റിപ്പീറ്റഡ് വാല്യൂ ടിവിയിൽ പലതവണ അവർക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് അഡ്വർടൈസ്മെന്റ്സ് കിട്ടും, ആ റവന്യൂ കിട്ടും. അതുപോലെ തന്നെ OTT-യിലാണെങ്കിലും ശരി, ഇന്ന ആളുടെ മൂവി എന്ന് പറയുമ്പോൾ അവർക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുതൽ കിട്ടും. അതിന് ഒരു വാല്യൂ ഉണ്ട്. ഒരു ആക്ടറുടെ സാലറി ഫിക്സ് ചെയ്യുന്നത് ശരിക്കും അവരുടെ മാർക്കറ്റ് ഡിമാൻഡ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഫീമെയിൽ ആക്ടർ ആ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ആ എമൗണ്ട് കിട്ടും. മഞ്ജു വാര്യർ അത്യാവശ്യം നല്ല പേ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതേപോലെ തന്നെ നയൻതാര അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് വാങ്ങിക്കുന്നില്ലേ, മലയാളിയല്ലേ. ആ ഒരു ഡിമാൻഡ് അവരെ കൊണ്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ആ എമൗണ്ട് അവർക്കും കിട്ടും. വെരി നൈസ്. അതായത് ആരാണോ കച്ചവടം ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് കൂടുതൽ പേ ഉണ്ടാവുന്നത് വളരെ നാച്ചുറലി സംഭവിച്ചു പോകുന്ന കച്ചവടമാണ്, എക്കണോമിക്സ് ആണ് എന്നുള്ളതാണ് അല്ലേ.